ഐറ്റം വേറെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ജഡ്ജസിനെ, നമ്മുടെ കാര്യക്കാരെ, നമ്മുടെ എല്ലാമായ 3 പേരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ബിജുക്കുട്ടൻ ചേട്ടാ, ഷാജോൻ ചേട്ടാ, നസീർക്ക. ഇല്ല, എനിക്കറിയാം മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട്. ഒന്നാമത്തെ സ്കിറ്റ് എന്നല്ലേ വന്നു. ലെറ്റ്സ് വെൽക്കം വിനിൽ, ശ്യാം ആൻഡ് ബാസ്റ്റിൻ. നിന്നിൻപം എൻ നെഞ്ചിൽ വീണ മൂളും വീണം പാടും ഈരാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻതിങ്കൾ എന്നും നാടം ലയം വീണ തേടും. എന്റെ ബോസേ, ഈ ചാട്ടക്കരിക്കായിട്ടൊന്ന് സ്റ്റാർ മാജിക് വല്ലോണാ. കൊഞ്ചും നിന്നിൻപം എൻ നെഞ്ചിൽ വീണ മൂളും വീണം പാടും ഈരാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻതിങ്കൾ. അയ്യോ മതി, ഞാൻ തളർന്ന്. ഇനി എനിക്ക് കളിക്കാൻ വയ്യ. എന്നാ പൈസ എല്ലാം പറക്കിത്താ. എന്താ പൈസ എല്ലാം പറക്കിത്താടാ. ബോസേ, ഞാൻ കളിച്ചാൽ നിങ്ങൾ സന്തോഷത്തോടെ എനിക്ക് തന്നിട്ട് ഇതെന്തിന് നിങ്ങൾ തിരിച്ചു മേടിക്കുന്നത്? എടാ, നാളെ നീ നിനക്ക് ഡാൻസ് കളിക്കോ? അതെ. അപ്പൊ ഉണക്ക പ്രാവല പറക്കി ഇങ്ങനെ എറിഞ്ഞാ മതിയോ? പൈസ വരണ്ടേ? എടാ, ഇത് ആ പൈസ അല്ല, ഇത് ഡമ്മി പൈസയാണ് കേട്ടോ. പൈസ ആണ്. നിങ്ങളെ ഫോൺ ബില്ലടിക്കുന്നു. ഹലോ ഹലോ, കൊള്ളസംഘാതല്ലേ? അതെ അതെ, നിങ്ങളുടെ ഓഡീഷൻ നടക്കുന്നുണ്ടല്ലോ. അതെ. അപ്പൊ അതിന് വരാൻ വേണ്ടി എന്നാ കൊണ്ടുതരണ്ടേ? അതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാലത്ത് മുതൽ വൈകുന്നേരത്ത് വരെ അയൽക്കാരുമായിട്ട് തള്ളക്കി വിളിക്കുന്ന എന്റെ 2 ഓഡിയോ ക്ലിപ്പ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കവലെ പോയി കിടന്ന് മുണ്ടിലാതെ കിടന്ന് അടി കൂടുന്നതിന്റെ നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത വീഡിയോ ക്ലിപ്പ് 30 മിനിറ്റ് ഉള്ളത്. പിന്നൊരു കാര്യം, അഡ്മിഷൻ ഫീസായിട്ട് നിങ്ങളൊരു 1500 രൂപ ആദ്യമേ അടയ്ക്കണം. രജിസ്ട്രേഷൻ ഫീസ് അല്ലേ? അത് അങ്ങനെയൊക്കെ തന്നെ അതിന് അടയ്ക്കണം, എന്നാൽ ഇതിനകത്ത് കയറാൻ പറ്റും. ഓക്കെ. ഈ ഓഡിഷൻ വെച്ചിട്ട് ആരെങ്കിലും വരുവോടെ? പിന്നെ ജില്ലാ കളക്ടറുടെ വേക്കൻസിക്കല്ലേ ആളെ എടുക്കുന്നത്. ഇതൊക്കെ വന്നെന്ന് പറഞ്ഞാ മതി ബോസേ. നമ്മളെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മളെ കൊള്ള സംഖ്യ രക്ഷപ്പെടാൻ ഞാനൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ശരി. ഇത്രയും നാൾ നിന്റെ മുന്നിൽ കൂടെ പോയിട്ട് നീ അത് കണ്ടില്ലേ? എന്തോന്ന്? മൂത്രം. മൂത്രമല്ല, സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ സൂത്രം കണ്ടുപിടിച്ച വിവരം ഞാനും ബോസും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. ഈ സൂത്രം നീ എവിടുന്നാ കണ്ടുപിടിച്ചത്? യൂട്യൂബിൽ നിന്ന്. ആരും അറിയത്തില്ല. നാളെ ഇതുവരെ ഒരു കിളിക്കുഞ്ഞു പോലും അറിയത്തില്ല. ബോസ്, നമ്മുടെ കൊള്ള സംഘത്തിലോട്ട് ആരാ കടന്നു വരുന്നുണ്ട്? ഓ മൈ ഗോഡ്! CID ഓടിക്കോ! എന്റെ മുമ്പിൽ എന്നെ പിടിക്കല്. അയ്യോ, CID അല്ല, ഓട്. ജോസഫ്. നീ ആരാണ്? അപ്പൊ അതാ പറഞ്ഞ എന്റെ പേര് ജോസഫ്. നിങ്ങൾ ഇവിടെ ഒരു ഓഡിഷൻ നടത്തുന്നില്ലായിരുന്നു? അപ്പൊ അതിന് പങ്കുചേരാണ്ട് വന്ന പുതിയ കൊള്ളക്കാരാണ് ഞാൻ. കിടക്കണ്. എടാ, ഇവിടെ ഓഡിഷൻ തുടങ്ങിയില്ല, നിന്നെ സെലക്ട് ചെയ്തില്ല. അതിന് മുമ്പ് നീയൊക്കെ തീരുമാനിച്ചാൽ മതിയാണ് നീ കൊള്ളക്കാരനാണെന്ന്. അങ്ങോട്ട് മാറി നിൽക്കാം. എന്നിട്ട് ആ ഫോമിൽ നിന്റെ പേരും അഡ്രസ്സും എല്ലാം എഴുതി ഫില്ല് ചെയ്യ്. ഓ, ഇപ്പൊ ഉയരെടുത്ത് ഞാൻ ചത്താന്. ബോസ് എന്തിയെ? അയ്യോ, എന്നെ തീയടിക്ക് പിടിച്ചു കൊടുക്കല്ലേ. എന്റെ കൊച്ചിന് ആരുമില്ലാതാവും. എന്നെ തീയടിക്ക് കൊടുക്കല്ലേ. അയ്യോ, പട്ടി മോങ്ങാതെ. പോലീസൊന്നുമല്ല, നമ്മളെ കൊള്ള സംഘത്തിൽ പുതിയതായിട്ട് ചേരാൻ വന്ന കൊള്ളക്കാരനാണവൻ. ആണോ? ഞാനങ്ങ് ഭയന്നു പോയി. ഞാൻ നേരത്തെ ഓടുന്ന അവനെങ്ങനെ കണ്ട? ഓ, കണ്ടു കാണാനൊന്നും വഴിയില്ല. അഥവാ അവൻ ആരാ ഓടിയെന്ന് ചോദിച്ചാ ഓഡിയേഷൻ കഴിഞ്ഞിട്ട് ഒരുത്ത ഓടി അങ്ങ് പോയെന്ന് പറഞ്ഞാൽ ബോസ് അവിടെ എഴുതേക്ക്. എന്നിട്ട് നമുക്ക് അവനെ ഓഡിയേഷൻ ചെയ്യാം. അങ്ങനെ വന്നാൽ എങ്ങനെയാ? എന്നെ പറ്റി ഒന്ന് ബിൽഡപ്പ് ചെയ്യണ്ടേ? എന്നെ പറ്റി കുറെ അങ്ങ് പൊക്കി പറയടാ. യെസ്, അത് ഞാൻ മറന്നുപോയി. ഹലോ മിസ്റ്റർ, എന്തോ? നിങ്ങൾ ഈ കൊള്ള സംഘത്തിൽ ചേരുന്നതിന് മുമ്പ് കൊള്ള സംഘം എന്താണെന്ന് അറിയണം. നമ്മുടെ ബോസ് ആരാണെന്ന് അറിയണം. ബോസിന്റെ കഴിവുകൾ എന്താണെന്ന് അറിയണം. നിസ്സാരപ്പെട്ട ബോസ് അല്ല. 5 കൊലപാതകങ്ങൾ, 5 മാനമോഷണ കേസുകൾ, 250 ബാങ്ക് കവർച്ചകൾ, അതെല്ലാം ചെയ്ത അതിഭീകരനാണ് നമ്മുടെ ബോസ്. മാത്രമല്ല, സ്വന്തമായിട്ട് 2 ബംഗ്ലാവ്, 2 കാറ്, 2 തന്ത. എനിക്ക് പിന്നെ 2 തന്ത ഉണ്ടെന്ന് പറയാൻ ചുമ്മാ ഇരിക്കൂടാ. അയ്യോ, അത് വേറൊന്നും അല്ലെന്ന്. ഒന്ന് നിങ്ങളുടെ അച്ഛൻ, രണ്ടാമത് നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനെ നിങ്ങൾ അച്ഛനല്ലേ വിളിക്കണേ? അതെ. അപ്പൊ 2 അച്ഛനായ അച്ഛന്മാരെ ക്ഷമിക്കണേ. അതാണ് നമ്മുടെ ബോസ്. മനസ്സിലായ? ഞാനാണ്
ഇങ്ങനൊന്നും വരരുത്. ഇങ്ങനെ ടിക്ടോക്ക് പയ്യമ്പളെ കൊള്ളസംഘത്തിലേക്ക് ചേരാൻ പറ്റത്തില്ല. ഈ ഇഞ്ചൊക്കെ അഴിച്ചിട. ഇഞ്ചച്ചക്കാന്ന് പറയുമ്പോ ഈ അകത്തോട്ട് കയറ്റി വെച്ച് ഇൻസേർട്ട്. അതൊക്കെ അഴിച്ചിട്ട് വൃത്തിയില്ലാതെ ഇരിക്കണം. പോലീസുകാർ വിളിച്ചാൽ നാറ്റം വേണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ കൊള്ളക്കാരെ പോലീസുകാർ പിടിക്കത്തില്ല, വെറുതെ വിടും. മനസ്സിലായോ? ബോസേ ഇങ്ങോട്ട് മാറി, ബാക്കി ഞാൻ ചോദിക്കാം. ഇത് നടേടിയാണ്. കൊള്ളസംഘത്തിൽ ആദ്യമായിട്ട് ആര് വന്നാലും അവർക്ക് കൊടുക്കുന്നതാണ് ഈ നടേടി. അല്ലേ അത് നീ ബോസേ? പഠിക്കണം. കാരണം എന്താ, ജയിലിൽ നമ്മളിങ്ങനെ കുനിഞ്ഞ് കയറുമ്പോഴത്തേക്ക് അവന്മാർ നടയടി അടിക്കത്തില്ലേ? ഈ അടി കൊണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒടി ഒരു പ്രശ്നമേ അല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ വന്നു കയറിയോണ്ട് നിന്നെ അങ്ങനെ കൊള്ളസംഘത്തിൽ എടുക്കത്തൊന്നുമില്ല. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? ഞാൻ പ്രമദവനം പാടും. വളരെ നല്ലത്. ഒരു കൊള്ളക്കാരൻ പ്രമദോനം പാടിയ ആൾക്കാർ പേടിച്ച് വിറക്കും. ഒരു കാര്യം ചെയ്യടാ, നീ ഒരു തീയൊക്കെ കൂട്ടിയിട്ടിട്ട് രാമകഥ പാടും. അതിന് സംഭവം ഇപ്പൊ കേറി അങ്ങ് കത്തുവോ? എടാ അതല്ല പറഞ്ഞത്. നിന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നിനക്ക് എന്ത് കഴിവുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തണം നീ. അപ്പൊ അല്ല, നിങ്ങൾ അത്രയും വലുതായിട്ടൊന്നുമില്ല, പക്ഷെ ചെറിയ തോതിൽ കുഞ്ഞു കുഞ്ഞു പരിപാടിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ആ, അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ കാണിക്കണം കേട്ട്. ബോസേ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 കൊല്ലം മുമ്പ് ഞാൻ മുംബൈയിൽ നിന്ന് മീററ്റിലേക്ക് ട്രെയിൻ കയറി. ആ ടിക്കറ്റ് എടുത്ത് കാണത്തില്ല, അതായിരിക്കും പിടിച്ച് കാണും, ചെക്കർ പിടിച്ച് കാണും. ഈ ട്രെയിനിൽ വെച്ച് ഞാൻ ചൗധരിയെ കണ്ടു. ഈ ചൗധരി എന്ന് പറയാൻ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സംഘടനയിലെ മെയിൻ ആയിട്ടുള്ള ഒരു പുള്ളിയാണ്. ഞങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് അപ്പാപ്പ അടി ഇടിയുമ്പോൾ ഉണ്ടാക്കും. ഈ പുള്ളി കറക്റ്റ് എന്നെയും കണ്ട്, എന്നെ കണ്ടപ്പോൾ എന്റെ നെറ്റിലേക്ക് തോക്കി കൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവന്റെ പെടലേക്ക് ഒരു അടി കൊടുത്ത് ട്രെയിനിന്റെ വെള്ളിലേക്ക് ഒറ്റയേറ് അവൻ സ്പോട്ടിൽ ഡെഡ്. നീ തിരക്കഥ ഷാജി കലാസിനെ കൊണ്ട് കാണിക്കണം. നല്ല സിനിമയൊക്കെ അങ്ങനെ എടുത്ത് തരുവാ കൊണ്ട് പടയത്. ഇത് സിനിമ കഥയിൽ നിങ്ങൾക്ക് വിശ്വാസമായെങ്കിൽ ബോസേ, അതിന്റെ പിറ്റേ ദിവസം പത്രത്തില് എന്റെ ഫോട്ടോ വെച്ച് വന്ന വാർത്തയാണ്. ഇത് നിങ്ങളുടെ കൊള്ളസംഘത്തിൽ ചേരാൻ വേണ്ടിയുള്ള എന്റെ 1ാമത്തെ യോഗ്യതാ തെളിവായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ബോസേ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടേ ഞാൻ നേരെ ജയിലിൽ പോയി. ജയിലിൽ തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മൾ കുറച്ചുകൂടെ പോപ്പുലർ ആവണല്ലോ, കാരണം ജനങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. അതിനുവേണ്ടി ഞാൻ ജനത്തിരക്കുള്ള ഹൗവ ബീച്ചിലേക്ക് കയറി ചെന്നു. അവിടെ ആയിരങ്ങളുടെ മുന്നിൽ വെച്ച് 3 സെക്യൂരിറ്റിമാരെ തുരുതുരാ വെടിവെച്ച് ഞാൻ ചെറിയൊരു ATM അങ്ങ് കൊള്ളയടിച്ചു. അതിന്റെ CCTV ദൃശ്യങ്ങളും അതിന്റെ കൊള്ളയടിച്ചതിന്റെ വീഡിയോയും എല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ ആണിത്. ഇതും എന്റെ 2ാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു. എടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്റെ ബോസ് പേടിക്കത്തില്ല. അതീവ ശക്തിശാലിയും ബുദ്ധിശാലിയുമാണ് എന്റെ ബോസ്. അല്ലേ ബോസേ? ബോസേ, വില കളയാതെ എഴുന്നേക്കാൻ കണ്ടു. ബോസേ എഴുന്നേക്ക്. ബോസേ, അയ്യോ നല്ല പനിയുണ്ട്, വെട്ടി വിയർക്കണ് ബോസ്. വാ ബോസേ, നമുക്ക് വല്ല ആശുപത്രിയിലും പോവാം ബോസേ. അതെന്ത്? അയ്യടാ, എഴുന്നേക്കാൻ. പറഞ്ഞു വിട്. എങ്ങനെ പറഞ്ഞു വിടും അവനെ? എന്തെങ്കിലും ഐഡിയ വെച്ചിട്ട് പറഞ്ഞു വിടാ. അവനെ പറഞ്ഞു വിടാം. അല്ല പിന്നെ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ഇല്ല. വേക്കൻസി ഉള്ളപ്പോ നമ്മൾ വിളിക്കാം. അല്ല, അതെങ്ങനെ ശരിയാവും? ഞാൻ 1500 രൂപ ഇന്നലെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് തന്നാണ്. ആ പൈസ എനിക്ക് തിരിച്ചു തന്നാ ഞാൻ വേണേ വന്ന വണ്ടിക്ക് തിരിച്ചു. 1500 ഗുണവേലേ ഉള്ളു ബോസേ. വലിച്ചെറിഞ്ഞോട് ബോസ്. അവന് 1500 എറിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ നീ ഇന്നലെ കുഴിമന്തി തിന്ന പൈസ ആ പൈസ ആയിരുന്നു. ഇനിയിപ്പോ എന്ത് ഒരു കാര്യം ചെയ്യും, അവന്റെ കയ്യിൽ ഗൂഗിൾ പേ ഇട്ടോ ചോദിക്കും. ഗൂഗിൾ പേക്ക് പൈസ എവിടെ നയിക്കാൻ? നീ അവന്റെ നമ്പർ മേടിച്ചിട്ട് ഒരു നമ്പർ കാണിച്ചാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. നിന്റെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടോ? എന്റെ ഗൂഗിൾ പേ. അങ്ങനെയാണെങ്കിൽ നിന്റെ നമ്പർ പറ, അതിനകത്ത് പൈസ അയച്ചു തരാം. 95 67 48 26 56. അപ്പഴേ ബോസേ, ഞാൻ 1500 അയക്കാൻ പോവേണേ. അയക്കട്ടാ, അയച്ചു കഴിഞ്ഞേട്ടാ. 1500 നിങ്ങളുടെ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. അയ്യോ, എന്റെ അക്കൗണ്ടിൽ പൈസ കയറി. സോറി ബോസേ, ചെറിയ അബദ്ധം പറ്റി. ഇനി വല്ല ഓഡിഷൻ ഉണ്ടെങ്കിൽ വിളിക്കണം, ഞാൻ പോയിട്ട് വരാം. ഓക്കെ, പോയിട്ട് ഇല്ല, നിങ്ങളുടെ മൊബൈലിലൂടെ കൊണ്ടുപോയിട്ടാ കൊണ്ടോ തറ വീണ് പൊട്ടി പോകരുത്. അയ്യോ ബോസേ, നിങ്ങളെ കഴിവിനെ സമ്മതിക്കുന്നില്ല. അല്ല, അതല്ല, മമ്മൂക്ക പറഞ്ഞ ഞാൻ കേട്ട്, പക്ഷെ എന്റെ ഫോണിൽ പൈസ കയറിയില്ല. എടാ, 1500 രൂപയ്ക്ക് മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും കള്ളം നിന്റെ ഒക്കെ പറയേണ്ട ആവശ്യം ഉണ്ടാടാ. അപ്പൊ അല്ല, മമ്മൂക്ക എനിക്ക് വിശ്വാസം. അതുപോലെ മമ്മൂക്കയുടെ ശബ്ദം എനിക്ക് ഭയങ്കര ബഹുമാനവുമാ. നന്ദിയുണ്ടേ. അടുത്ത പിന്നെ ഒറ്റ, പക്ഷെ എന്റെ അക്കൗണ്ടിൽ പൈസ കയറാതെ പൊന്നു സുഹൃത്തെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അവൻ പൈസ കിട്ടാതെ പോകൂലെന്ന് പറയുന്നത് ഇനിയിപ്പോ എന്തോ ചെയ്യും? ഇനി ഒന്നും ചെയ്യാല്ല. നാളെ നമുക്കൊരു കൊട്ടേഷൻ വന്നിട്ടുണ്ടോ, ആ കൊട്ടേഷൻ ഇവനെയും ചേർക്കാം. അപ്പോഴും ഇവൻ ആ പൈസ കൊടുക്കുകയും ചെയ്യാം, ഇവൻ അടവുകൾ പഠിക്കുകയും ചെയ്യാം. അങ്ങനെങ്കിലും ഡീലുണ്ട്, കിട്ടുന്ന പകുതിക്ക് പകുതി. അങ്ങനെയാണെങ്കിൽ പകുതി ഞാൻ തരും. അതിൽ നിന്ന് കിട്ടുന്ന പൈസ ആയാലും സ്വർണ്ണമായാലും അടിയായാലും പകുതിക്ക് പകുതി. അങ്ങനെയാണെങ്കിൽ അടിയായിരിക്കും കൂടുതൽ കിട്ടുന്നത്. അതല്ലേ കൂട്ടാണോ? എടാ, മാപ്പ് എടുക്കും. നമ്മളിപ്പോ ഓപ്പറേഷൻ നടക്കാൻ പോവാണ്. ഇതാണ് ആ മാപ്പ്. കണ്ടില്ലേ,
ഈ നീല വര എന്താണെന്നറിയാമോ? ഞരമ്പല്ലേ? അല്ല നീലായോണ്ട് പറഞ്ഞു. ബാക്കി പറഞ്ഞു. എടാ ഈ നീല കാണുന്ന വെള്ളമാണ്. ഈ വെള്ളം വെറും വെള്ളമല്ല, ഇതാണ് അറബിക്കടൽ. ഈ അറബിക്കടലിൽ നേരെ ചെല്ലുന്നത് എവിടെയെന്നറിയാമോ? ഇലവഴിഞ്ഞപ്പോഴായിരിക്കും ഉദ്ദേശിച്ചത്. അങ്ങനെ ഇലവഴിഞ്ഞപ്പോഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല മൊയ്തീനുള്ളതാണ്. അത് ഏതൊക്കെ കടവത്തി ഏതൊക്കെ തോണിക്കാരും കുത്തിയെടുത്തിയാലും ഇലവഴിഞ്ഞപ്പോഴ അറബിക്കടലിലെത്തി തന്നെ ചെയ്യും. അയ്യോ ഓണി ഇനി ആവശ്യമില്ലാത്ത കൊടുത്ത് കുത്തി നിർത്തും. ഇല്ല. പൃഥ്വിരാജ് കളിക്കൂ? ഇല്ല. കാഞ്ചനമാലയുടെ വാക്കൂടെ പറയൂ? ഇല്ല. ഒളിഞ്ഞു നിൽക്കുവാണോ? അപ്പൊ ഇങ്ങനെ കൈ നിട്ട് കളിക്കാൻ കൊള്ളാം. നമുക്ക് കൊള്ള സംഘത്ത് പോണ്ടേ? അവരെ കല്യാണിച്ച് പോണ്ടേ? വീട്ടിൽ പോണ്ടേ? നാടകം കളിക്കാതെ ബാക്കി കാര്യം പറയടാ. നമ്മൾ ഇവിടുന്ന് നേരെ ചെല്ലുന്നത് ജെട്ടിയിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ ആ ബാങ്ക് കിടക്കുന്ന ആ സ്പോട്ടിന് മുകളിൽ. അങ്ങനെ നിങ്ങൾ ആ ജെട്ടിയിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ ജെട്ടിയിൽ ഇട്ടിട്ട് ഞാൻ മുകളിലേക്ക് പോകുന്നു. അല്ല ജെട്ടിയിൽ എങ്ങനെ ഒരു പുതപ്പേലും തരാം. എടാ ഇവിടുന്ന് നമ്മൾ നേരെ ബാങ്ക് ചെല്ലുന്നു. അവിടുന്ന് നമ്മൾ ലോക്കറിന്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ലോക്കർ തുറന്നു, പൈസകളെല്ലാം എടുക്കുന്നു. സൂക്ഷിച്ചെടുക്കണം, ഒറ്റ പൈസ പോലും ഇവിടുന്ന് കളയരുത്. നമ്മൾ സഞ്ചിയിലേക്ക് ഇടുന്നു, നമ്മൾ പോകുന്നു. വരും. അയ്യോ പൈസ നോക്കിക്കോളെ, ശ്രദ്ധിച്ച്. ഭാഗ്യം കൊണ്ട് നമ്മൾ ഇവിടെ എത്തിയേട്ടാ. അപ്പോ നിന്റെ പൈസ കിട്ടിയല്ലോ, ഞങ്ങൾക്ക് ഒരു ലാഭവും വേണ്ട, നീ പൊക്കോ. ആർക്കാടാ പൈസ കിട്ടി? എടാ രണ്ടുപേരെ ഉടായി എന്നെടുക്കാൻ ഇറക്കല്ലേ. ഉള്ള കാര്യം പറഞ്ഞു. എന്റെ തനി കൊണ്ട രണ്ടുപേർക്ക് അറിയാമല്ലോ. എന്റെ പൈസ വന്നില്ലെങ്കിൽ ഞാൻ അവിടെ എന്തൊക്കെ കാട്ടി കൊടുക്കും എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്കറിയത്തില്ല. അറിയത്തില്ല. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് 1500 തരാനുള്ളത്. ആ 1500 രൂപയ്ക്ക് ഞങ്ങളുടെ ഈ കൊള്ള സംഖ്യ നീ അങ്ങ് എടുത്തോ. കേവലം 1500 രൂപയ്ക്ക് നമ്മളെ കൊള്ള സംഖ്യ മിക്കാൻ പോണ നിങ്ങള്. ഇന്നലെ ഒരുത്തം വിളിച്ചു വെച്ച് 700 രൂപയ്ക്ക് കൊടുക്കുന്ന ചോദിച്ചു. സമ്മതിച്ചു. 1500 രൂപയ്ക്ക് നിങ്ങളുടെ കൊള്ള സംഖ്യ ഞാൻ അങ്ങ് എടുത്തു. അപ്പോ ഇനി തൊട്ട് ഈ നിമിഷം തൊട്ട് ഞാനാണ് നിങ്ങളുടെ ബോസ്. പക്ഷെ എനിക്ക് ചെറിയൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട്. എനിക്ക് ഈ ബോറടിച്ച് കഴിയുമ്പോ ക്യാബറ ഡാൻസ് കാണണം. അതിനെന്തിന് പേടിക്കണം? വെളുക്ക നിന്ന് കളിക്കത്തില്ലേ ബെൻകുളം ബിൽ? അയ്യോ അവന്റെ കളി അല്ലേ എനിക്ക് കാണണ്ടേ? എനിക്ക് നീ കളിച്ച് കാണണം. ഞാൻ കളിക്കാനാ? നീ കളിച്ച് കാണിക്കുക. ഞാൻ ഈ മീശയൊക്കെ വെച്ചിട്ട് കളിക്കുമ്പോ അങ്ങാതെ അംഗീകരിക്കാൻ പോവില്ലെന്ന്. കളിക്കണം. നീ മാത്രം കളിക്കണം. നീ കളിക്കണം. கொஞ்சம் நின்னின்பம் என் நெஞ்சில் வீண மூளும் ஈனம் பாடும் பொன் திங்கள் என்னும் நாடம் லயம் வீணதேடும். സ്റ്റാർ മാജിക്. ഇത് ഐറ്റം വേറെ. കൊള്ള സംഘത്തിന് ഒരു നല്ല കൈഡി. ബിജുക്കുട്ടൻ ചേട്ടാ. ഷമേ ഷാമിന്റെ ചിരി കണ്ടിട്ട് എന്തോ വിളിക്ക എന്തോ ഉണ്ട്. ഞാനപ്പോ എന്റെ മറ്റേ ബോർഡ് കണ്ടപ്പോഴേ കൊള്ളക്കാർക്ക് സ്വാഗതം. അപ്പൊ ഞാൻ കരുതി ഈ കൊള്ള സംഗീതത്തിൽ വെറൈറ്റി ആയിട്ട് ഇനി വരുന്ന ആളുകളുടെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളും അതിനുള്ള തമാശയാണെന്നാണ് ഞാൻ കരുതിയത്. ഒരാളെ വന്നുള്ളൂ. അപ്പൊ ഞാൻ കരുതി അടിക്കടി ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിന്റെ ഹ്യൂമർ ആയിരിക്കും എന്ന് കരുതി. പക്ഷെ പഴയ നമ്മുടെ കൊള്ള സംഗീതം തന്നെ കാണിച്ചത് ഹ്യൂമർ കുറച്ച് കുറവുണ്ടെന്ന് എനിക്ക് തോന്നി. നന്നായിട്ട് കുറവുണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഒരിത്തിരി എന്താ പറയണ, നിങ്ങളെ സംബന്ധിച്ചോളം അതൊന്നും പോരാ എന്ന് എനിക്ക് തോന്നി. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷാജോണും ഇക്കയും പറയും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇഞ്ഞു വരുമ്പോൾ അടിപൊളിയായിട്ട് വരുക കേട്ടോ. താങ്ക് യു ചേട്ടാ. ചേട്ടാ നിങ്ങൾ നന്നായിട്ടത് പെർഫോം ചെയ്ത് കയറ്റാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്യാം നന്നായിട്ട് ശാരീരിക അധ്വാനം ഉള്ളൊരു സ്കിറ്റായിരുന്നു, എനിക്കത് മനസ്സിലായി. പക്ഷെ എന്താണെന്ന് അറിയാം ശ്യാം, ഇത് മൊത്തത്തിലൊരു സ്കിറ്റിൻ്റെ പ്ലോട്ട് തന്നെ നമ്മൾ കുറേ മുൻപ് കണ്ടിട്ടുള്ളൊരു പരിപാടിയൊക്കെയാണ്. പക്ഷേ മുൻപ് കണ്ടിട്ടുള്ള ഒരു പ്ലോട്ട് എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ തമാശകൾ കുറച്ചുകൂടെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. എനിക്ക് ചിരി വന്ന ഒരൊറ്റ തമാശന, ഈ കൊള്ള സംഘത്തിൽ ചേരാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത എന്ന് ചോദിക്കുക, ഞാൻ പ്രമദവനം പാടുമെന്ന് പറഞ്ഞില്ല. അതിലാണ് കാര്യം. അത് ഇതുമായിട്ട് യാതൊരു മാച്ചും ഇല്ല, ഒരു കൊള്ളക്കാരനുമായിട്ട് യാതൊരു മാച്ചും ഇല്ലാത്തരുത്. അതിനെനിക്കൊരു ചിരിയത്. ബാക്കിയെല്ലാം നിങ്ങളിങ്ങനെ കടന്ന് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. കാര്യം ഒരുപാട് സ്ട്രെയിൻ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പം തമാശകളെല്ലാം കുറച്ചുകൂടി ഒരു പുതിയ ഒരു ട്രെൻഡിലേക്ക് നിങ്ങളൊന്ന് മാറ്റി പിടിച്ചാൽ നന്നായിരിക്കും എന്നുള്ള എൻ്റെ ഒരു വലിയ റിക്വസ്റ്റാണ്. ഐ എം റിയലി സോറി കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് നോക്കണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, ആദ്യം തന്നെ ഒരു കയ്യടി പുതുമയുള്ളൊരു കണ്ടന്റ് തപ്പിയെടുത്തതിന്.
കാര്യം ഇത് ഫസ്റ്റ് ടൈം കാണുന്ന ഒരു കൊള്ളസങ്കേതം എന്നൊക്കെ പറഞ്ഞ കാര്യം നമ്മൾ സിനിമയിൽ ഈ സാധനം കാണാറുള്ളൂ. സ്റ്റേജിൽ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. നന്നായിരുന്നു, നല്ല കൊള്ളസങ്കേതം. തീർന്നെങ്കിൽ തുടരാം. അപമാനിച്ച് തീർച്ചയായിട്ടെ. അപ്പം അതൊക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായി. ഈ സബ്ജക്റ്റിനുള്ള ദാരിദ്ര്യമാണ് ഇതിൻ്റെ വിഷയം, നമുക്കറിയാം. ഇത് തപ്പിയെടുക്കണ്ടേ, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, വലിയൊരു കാര്യം തന്നെയാണത്. പക്ഷേ നമ്മളൊരു വേദിയിലേക്ക് വരുമ്പോൾ അത് നമ്മൾ ബുദ്ധിമുട്ടിയേ പറ്റൂ, അത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഇതിൽ ഈ പറയുന്ന ഇതൊക്കെ എനിക്കും പറയാനുള്ളൂ. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. അടുത്ത പ്രാവശ്യം നല്ലൊരു സാധനമായിട്ട് വരിക, ഈ ക്ഷീണങ്ങളൊക്കെ മാറ്റിയെടുക്കുക. കുഴപ്പമില്ലായിരുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, പോരെ. അപ്പോൾ നമുക്ക് മാർക്സ് ഷാജൻ ചേട്ടാ. നിഷയുടെ പൈസയെങ്കിലും ഈശോയുടെ കാശ്. ശ്യാമിന് നമ്മുടെ വിഷമം നന്നായിട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതിന് നമുക്കത് പറയാതിരിക്കാനും പറ്റില്ല ശ്യാമെ. സോറി. അപ്പൊ ഞാനൊരു 3000 രൂപ. 3000 രൂപ ഞാനും അത് തന്നെ കൊടുക്കുന്നു. ടോട്ടൽ 6000 രൂപ ആയിട്ടുണ്ട്. വിജയകുട്ടൻ ചേട്ടാ ബാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. 1500 രൂപയ്ക്ക് വിൽക്കാൻ വെച്ച കൊട്ടേഷൻ ടോട്ടൽ എമൗണ്ട് 10000 രൂപ. ഇത് നമുക്കൊരു എമൗണ്ടേ അല്ല, അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വരണം, ഒരുപാട് കാശ് വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ ബാസ്റ്റിൻ. ഓക്കെ ചേട്ടാ, അടുത്ത പ്രാവശ്യം. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റിനുള്ള സമയം. ആരാ? കൊച്ചു പ്രതിവേട്ടനുണ്ട്, വിനോദേട്ടനുണ്ട്, പ്രസാദേട്ടനുണ്ട്. 3 പേരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ വിക്രമാദിത്യന് എനിക്കൊരു കേസ് തന്നിരിക്കുകയാണ്, വേതാളത്തിന് ഒഴിവാക്കണമെന്ന്. അതിന്റെ തീർപ്പ് ഉറപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കണത്. ഇനി ഇപ്പൊ ഇവരെവിടെ ആരും കാണുന്നില്ല. കൊട്ടാരം പോലത്തെ ഒരു കൊട്ടാരം പണിതിട്ട് ഈ കൊട്ടാരത്തിൽ ആരുമില്ല. കൊട്ടാരത്തിന്റെ ശൈലിയിൽ തന്നെ ഒന്ന് വിളിക്കാം. ആരെവിടെ? ഞാനാ ഷക്കീല. ഷക്കീലല്ല, വക്കീലാന്ന്. ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ. ടെൻഷൻ കൊണ്ട് വന്നതല്ല, ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാന്ന്. അയ്യോ, ഫയല് മാറിപ്പോയില്ല. 10,000-2000 കേസുകൾ ഞാൻ ബാധിച്ചിട്ടുണ്ട്. ദൈവം സഹായിച്ചിട്ട് എല്ലാ കേസും വട്ടം പൊളിഞ്ഞു പോയിട്ട് ഈ കേസെങ്കിലും എനിക്ക് വിജയിക്കണം, വിജയിച്ചേ പറ്റുള്ളൂ. ആ ഒരു ഫയൽ എടുത്തില്ല, കാറിലിരിക്കുന്ന എടുത്തിട്ട് പറ്റേ. പിന്നെ നിയമസഭയില്ലത് ഞാൻ ഇവിടെ നിന്ന് ഇറക്കും. എന്റെ പൊന്നു മോനെ, ഞാൻ ഇവിടുത്തെ എന്റെ ജീവൻ പോയാൽ ഞാൻ ഇറങ്ങൂല. ഇവിടെ നിനക്കൊരു കാര്യം അറിയാം. ഇവിടെ ഞാനാണ് വേതാളമാവേണ്ടത്, നീ വെറും വിക്രമാദിത്യനാണ്. അതെന്നാ ലോജിക്കിനകത്ത പരിപാടിയാണ്. വിക്രമാദിത്യൻ എന്ന് പറയുമ്പോ തന്നെ പേരിന് തന്നെ ഭയങ്കര നീളല്ലേ? അത്രയും നീളം തന്നെ നിൽക്കൂട്ടല്ലോ. നോക്കിയേ, വേതാളം ചെറുതല്ലേ? നോക്കിയേ, വേതാളം എപ്പോഴും ചെറുതാണ്. എന്റെ പൊന്നു മോനെ, ഞാൻ ഇവിടുത്തെ ഇറങ്ങൂല. നീ ഇറങ്ങില്ലെങ്കിൽ ഈ വാള് നിന്നോട് സംസാരിക്കും. അങ്ങനെ പിന്നെ എന്റെ കത്തി എന്റെ മാങ്ങ കൂടെ നടക്കണോ? എന്നാ പിന്നെ എന്റെ ഗത നിന്റെ മണ്ട അടിച്ച് പോളാക്കും. ഈ പഴം വെച്ചോടെ ഒറ്റയടി തലയ്ക്കുള്ള നിന്റെ തലച്ചോറുകൂടെ വെളിയിൽ വരും. നീ വെറുതെ ഒരു കാര്യം മഹേശ്വരി മഹാശാന്തി മഹാഗ്രാസ എന്റെ ദൈവമേ, ദേവിയേ, ഞാനിപ്പൊ പ്രാർത്ഥിച്ചേ ഉള്ളു. ഈ കേസിൽ ഒരിക്കലും ഒരു തെറ്റും കാണിക്കല. ഡിവോഴ്സ് ആയിട്ടിരിക്കുന്ന ഒരു പെണ്ണുങ്ങളെ രാത്രി 12 മണിക്ക് വിളിച്ച് ഞാൻ ശല്യം ചെയ്യല. എന്നെ പൊറുക്കണം. ആരാ നീ? ആര്? ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ? വാളൂരാനാണ് സുഹൃത്തെ. ഇയാള് വാളൂര് ഉറയിലിടുവോ? അതല്ല ഇവിടുത്തെ വിഷയം. എന്നാ സംഭവം എന്നാ? താൻ ആരാന്നാ ചോദിച്ചത്? ഇവിടെ കോട്ടിട്ടിരിക്കണില്ല, വക്കീലാണെന്ന്. വക്കീലാണല്ലോ. വക്കീലാണ്. വാദിയെയും പ്രതിയെ ഒരു കൂട്ടി നിർത്തി വാദിക്കുന്ന ഏതെങ്കിലും വക്കീലിനെ താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഞാൻ വാദിയാണ്. ഞാനാണല്ലോ കേസ് തന്നത്. ഇതാണ് പ്രതി. ഇവൻ അങ്ങോട്ട് മാറ്റി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് ശരിയാണല്ലോ. അങ്ങോട്ട് മാറ്റിക്കെട്ടാൻ പറ. ഇതന്നെ പശുവോ? ഇവനെ കൊറേ കാലം കൊണ്ട് വേണ്ട കേസ് ഞാനാ ജയിക്കുള്ളൂ കേട്ടോ. അത് നമ്മൾ തീരുമാനിക്കടാ. ഇവിടെ നിൽക്കി. ഇവനെ തരാടാ. ആദ്യമായിട്ടാണ് ഇതുങ്ങളെ രണ്ടിനും നേരിട്ടൊന്നും നമ്മൾ കാണുന്നത്. ഇത് തന്നെയല്ലേ വിക്രമനും മുത്തുവിന്റെ വീട്? ആര്? വിക്രമനും മുത്തു. വിക്രമനും മുത്തു അല്ല, വിക്രമാദിത്യനും വേതാളവും ആണോ? വേതാളം മിസ്റ്റർ പാതാളം. പാതാളോ? എടാ, അത് കളമശ്ശേരിക്ക് അപ്പുറത്തുള്ള ഒരു സ്ഥലം. എന്റെ പേര് വേതാളം. വേതാളം. ഈ വേതാളം എങ്ങനെയാണ് പേര് വന്നത്? പറഞ്ഞുതരാം.
കണ്ടവന്റെ മുതുകത്തേറിയിരുന്ന് ആവശ്യമില്ലാതെ താളം വിടുന്ന ഇവനെ വേതാളമെന്നല്ല അവനെ ഞാൻ നാസിഡോളെന്ന് വിളിക്കൂ. വെറുതെ അവിടെ കയറിയിരിക്കുന്നുമല്ല, 100 കൂട്ടം പണിയുണ്ട്. ഒന്നാമത്തെ തന്നെ ഈ ചങ്ങാതിയുടെ തലയിൽ മൊത്തം പേനാന്നേ. ഈ മൊത്തം പേന അവിടെ ഇരുന്ന് കൊല്ലണം. പിന്നെ കുളിക്കാൻ നേരത്ത് മുതുക് തയ്ച്ചു കൊടുക്കണം. ഇതും പോരാണ്ട് രാത്രി കിടക്കാൻ നേരത്ത് വിളിക്കുകയും മുതുകുവേദനയാ. മറ്റേ സിൽക്ക് സിനിമ മോഹൻലാലിനെ ചവിട്ടി തിരുമണ മാതിരി 7 മല പൂഞ്ചോലം പറ്റിട്ട് ഈ ചവിട്ടി തിരുമണ. ഇതൊക്കെ ജോലിയല്ലേ ഇത്? നീ എന്നെ കുളിപ്പിക്കുന്ന കാര്യമൊന്നും പറയല്ലേ. ഇവൻ മെനങ്ങാൻ എന്റെ മുതുകത്തേറിയിരുന്ന് എനിക്ക് സോപ്പ് തേച്ച് തന്നിട്ട് മൊബൈലിൽ വീഡിയോ എടുത്തേക്കുന്ന എന്റെ കുളിസീന് അത് FB പോസ്റ്റ് ചെയ്തവൻ. വൈകുന്നേരമായപ്പോ 1 മില്യൺ വ്യൂവേഴ്സ് അതിന്. അതെല്ലാം പോട്ട് ഒരു കല്യാണാലോചന എനിക്ക് നടക്കുന്നില്ല ഇതുവരെ, അറിയാവോ? ഓരോ വീട്ടിൽ പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴും പെണ്ണിന്റെ അമ്മയും അച്ഛനും എല്ലാം പറയുന്നു ഒരു കുഞ്ഞുള്ള പയ്യനെ അവർക്ക് വേണ്ട എന്ന്. മിസ്റ്റർ വിക്രം, വിക്രമാദിത്യൻ, നോം വിക്രമാദിത്യൻ. ഓഹോ, ആദ്യത്തെ വിക്രം നിങ്ങളാണല്ലോ. രണ്ടാമത്തെ വിക്രം ഞാൻ കണ്ടാണ്, കമലഹാസനാണ് അതിൽ അഭിനയിച്ചത്. അതിൽ പുള്ളി ലാസ്റ്റ് ബൈക്കിൽ വിക്രം ഇങ്ങനെ ഒരു പോക്കുണ്ട്. ആ വിക്രമല്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണോ? ഇത് വിക്രമാദിത്യ മഹാരാജാവ്, ഉജ്ജയിനി കൊട്ടാരത്തിലെ വിക്രമാദിത്യ മഹാരാജാവാണിത്. അതെ. അപ്പൊ പ്രത്യേകിച്ച് കേസ് എന്ന് പറഞ്ഞാൽ ഇവന് എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കാൻ എന്താണ് ഒരു മാർഗം? ഒഴിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണ. പിന്നെ അതിലും ബെസ്റ്റ് ഒരു സാധനമുണ്ട്, പറഞ്ഞോട്ടെ? ബാലസുധ. ഒഴിച്ചങ്ങോട്ട് കൊടുത്താൽ സെക്കൻഡിനുള്ളിൽ പരിപാടി അവിടെ. അതല്ലെന്ന് പിന്നെന്താണ്? വല്ലാത്തൊരു തലവേദനയാണെന്നേ. പറയണ്ടേ തലവേദനയാണെന്ന്? എന്തേലും കോടാലിത്തൈലും ഉണ്ട്, എടുക്കട്ടെ. എന്തിന്? തലവേദനക്ക് ബെസ്റ്റാന്ന്. ഇയാള് വക്കീലാണോ അതോ മരുന്ന് കച്ചവടക്കാരനാണോ? അതല്ല ഞാൻ പറഞ്ഞു. പിന്നെ ഇയാൾക്ക് തൈലം വേണമെന്ന് പറഞ്ഞ് പേടിപ്പിക്കണോ എന്നെ വിളിച്ചു? എടോ, ഞാനൊരു കേസ് കാര്യം പറഞ്ഞുതരാം. ഞാനിവിടെ ഈ കൊട്ടാരത്തില് 110 ഡിഗ്രി പനിയായിട്ട് കിടന്നപ്പോ ഇവന് അന്നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്ന്. പനിയായിട്ടിരിക്കണ പുള്ളിയുടെ മേളിൽ കയറിയിരിക്കുക എന്നെ ചൂടാതരമോ? പാറപ്പുറത്തിരിക്കണ വരെയിരിക്കണം. പിന്നെ മനുഷ്യന് തണുപ്പുണ്ടേ. അതെല്ലാം പോട്ടെ. ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ പോകാൻ വേണ്ടി വ്രതം എടുത്ത് നിൽക്കുമ്പോ അന്നേരം ഇവന് ചിക്കൻ ബിരിയാണി തിന്നണം. അവൻ ചിക്കൻ ബിരിയാണി കഴിക്കണം. നിങ്ങൾക്ക് എന്താണെന്ന് അവൻ കഴിക്കുകയാണെങ്കിൽ സ്മെല്ല് എനിക്കല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അത് അമ്പലത്തിൽ പോയ കാര്യം പറയരുത്. ഈ പുള്ളി എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിട്ട് ശയനപ്രശ്നം ചെയ്യുന്നു. അത് ചെയ്യട്ടെ, നല്ല കാര്യമല്ലേ? നിങ്ങക്ക് ഇതിന്റെ അടി കിടന്ന് ഗ്രിൽഡ് ചിക്കൻ പോലെ കറങ്ങിക്കൊണ്ടിരിക്കണ ഞാനല്ലേ? പിന്നെ എനിക്ക് വേദന എടുക്കൂലേ? എല്ലാം വിടാം. ഇവൻ എന്ന് എന്റെ കൂടെ വന്നു അന്നോട്ട് ഞാൻ ഇവന്റെ കൂടെ പറയാണ് 1ഉം 2ഉം പുറത്തായിരിക്കണമെന്ന്. അക്ഷരം പ്രതി ഞാൻ അനുസരിക്കണ്ട. 1, 2 പുറത്ത് തന്നെ. അല്ല, പുറത്താണെന്നാണല്ലോ പുള്ളി പറഞ്ഞത്. എന്റെ പുറത്ത് സ്പ്രേ വാങ്ങി ഞാൻ മുടിയാറായി, മനസ്സിലായില്ലേ? എന്തിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരിക്കും പറഞ്ഞ പുള്ളിയെ ജയിക്കുള്ളൂ ഈ കേസിൽ, ഞാൻ ഉറപ്പ് പറയും. എങ്ങനെയെങ്കിലും ഇവനെ പോവാൻ പറയാം. അതല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറിയെങ്കിൽ അയാൾക്ക് ഒരു പെണ്ണ് കെട്ടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് പെണ്ണ് വേണ്ടാത്ത പോലെ തിരിഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അയാൾക്കൊരു പെണ്ണ് കെട്ടണ്ടേ? ആരാ പറഞ്ഞ എനിക്ക് പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞു? ഞാൻ പെണ്ണ് കെട്ടിയതാന്ന്. പെണ്ണ് കെട്ടിയെന്നാ? പിന്നെ പേരെന്നാ? വേതാളി. ഒരു കൊച്ചുണ്ട് അതിനകത്ത്, മാതാളി. അച്ഛന്റെ പേരെന്തായിരിക്കും? ബംഗാളി. എല്ലാ കേസിട്ടും വിട്. നിങ്ങൾക്ക് ഈ ഭക്തിപരമായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടോ? എനിക്കൊന്നുമില്ല. ഇവന് വേദന ലോകത്ത് എന്തോ ഭക്തി ഭജന സംഘം എന്തോ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഈ പുള്ളി വ്രതം എടുക്കാന്ന് പറഞ്ഞു. അതിനെന്നെ കുഴപ്പം? ഞാൻ നല്ല അടിപൊളിയായിട്ട് നല്ല ചിന്തുപാട്ട് പാടി ഭക്തി നിർഭരമാക്കി ആനന്ദത്തിൽ ആറാടിക്കും. ചിന്തുപാട്ടാ? അതെങ്ങനെയാണ്? വേതാളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലോകത്തെ ശ്രീ വേതാള ചിന്തു സംഘത്തിന്റെ ആശാനാ ഞാൻ. വേതാള ചിന്തു സംഘം അങ്ങനെയൊക്കെ? ചിന്തുപാട്ട് പാടുവാ? ചിന്തുപാട്ട് പാടുമെന്നോ? എപ്പ പാടിന്ന് വെച്ചാ പോരെ? രണ്ടുപേരും കാച്ചിക്കാരോ? 10 വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. തന്തിന്നെ താനിന്നെ തന്നാന താനെ, തന്തിന്നെ താനിന്നെ തന്നാന. 10 വെളുപ്പിന് കല്യാണത്തിന് തന്തിന്നെ താനിന്നെ തന്നാന. വില്വാദ്രിനാഥൻ വില്വാദിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലൂട്ട്. തന്തിന്നെ താനിന്നെ തന്നാന താനെ, തന്തിന്നെ താനിന്നെ തന്നാന. ഞാൻ മിക്കവാറും പറഞ്ഞ തരിഞ്ഞ കേട്ടാ. കുറെ നേരം ഇവിടെ കിടന്നിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് മറന്നേ. ഒരു കാര്യം ഞാൻ ചോദിക്കാണ്, നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ മരത്തിലേക്ക് കയറാൻ പാടില്ലേ? എന്റെ പട്ടി പോവും. എന്താ? ഞാൻ ഒരു തവണ ഇവിടുന്ന് പിടങ്ങി പോയതാ. എന്താ? അവിടെ ചെന്ന് ഇപ്പൊ ഒരു മുട്ടക്കാട്ടി വവ്വാല എന്നെ കണ്ടിട്ട് ഇങ്ങനെ ചുണ്ട് കടിച്ച് കാണിക്കാ. പിന്നെ എന്റെ ഉയിരും കൊണ്ട് ഞാൻ പോയി അവിടുന്ന്. എന്താ പ്ലാൻ എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്റെ പ്ലാൻ മാസം 359 രൂപ, 2 GB ഫ്രീ ആണ്. രാത്രി ഞാൻ ഞെട്ടി കയറി തകർക്കും. തന്റെ മൊബൈലിലെ പ്ലാന്റെ കാര്യമല്ലേ ചോദിച്ചത്?
ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ദേ, ഇതാണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ. ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ എന്റെ കേസും തീർന്ന് വക്കീലിന്റെ ഫീസുമായി. എടാ ഇന്ന് ഇതിനെ ഇറക്കി വിടണം, എനിക്ക് കോടതി പോണോന്ന്. നിങ്ങൾ കൊണ്ട് ഒരു കോട്ട് വിട്ട് നിങ്ങൾ കോടതി കൊണ്ട് വെക്കോളാം. എനിക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇത് എങ്ങനെങ്കിലും ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചടാ. ഞാൻ ഒഴിവാക്കാം. എന്റെ കയ്യിൽ നിന്ന് മോനെ അങ്ങനെയൊന്നും ഇറങ്ങില്ല മോനെ. എന്താ? ഞാൻ പറയണ ഒരു കാര്യം സാധിച്ചു തരുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങാം. നീ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും. എന്ത് വേണം നിനക്ക്? ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാതെ കേട്ടോ, എന്റെ പൊന്നും മനുഷ്യനെ, എന്റെ ദൈവമേ, ദേ അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ പറയാത്ത ഒരു കോമഡി സ്കിറ്റ് കാണിച്ച് തരുവാണെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ആദ്യമായിട്ടാണ് വിക്രമാദിത്യനെ വേതാളത്തെ നേരിട്ട് കാണുന്നത്. നല്ല കൈയ്യടി കൊടുക്കാം. നസീർക്ക, അവരൊരുപാട് കഷ്ടപ്പെട്ടാണ് വിക്രമാദിത്യനും വേതാളമൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ആ മേക്കപ്പിനും ആ കോസ്റ്റ്യൂമിനും ഒക്കെ പറ്റുന്ന രീതിയിൽ ആ സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് തോന്നുന്നു. കാര്യം അതിൽ ചിരിക്കാനായിട്ടുള്ള ഒരു ഭാഗങ്ങളും ഞാൻ കണ്ടില്ല, ചിരിക്കാനും തോന്നിയില്ല. കാര്യം ചിരി അതിൻ്റെ അകത്തില്ല. ആർട്ടിസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ അവർ പുലി ആർട്ടിസ്റ്റുകളാണ്. അവരുടെ കുഴപ്പമല്ല ഇതിൽ കാണുന്നത്, സബ്ജക്റ്റ് പോരായിരുന്നത്. ഇങ്ങനെ ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ എന്തെങ്കിലും കൂടെ ചിരിക്കാനുണ്ട് ഭയങ്കര രസമാണ്. കാര്യം ഇത്ര കളർഫുള്ളായിട്ട് നിൽക്കുകയല്ലേ ഫ്രെയിമിൽ. അപ്പം ആ സബ്ജക്റ്റിൻ്റെ അകത്ത് ചിരിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെ ഭയങ്കര രസമായിട്ടത് മാറിയേനെ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. സാരമില്ല, ഒരു പ്രാവശ്യം പോയാലും നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ നിങ്ങൾക്ക്, അത് മതി. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കും ഒരു തമാശയുടെ കുറവ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വിക്രമാദിത്യനും അതുപോലെ തന്നെ വേതാളവും വരവ് കണ്ടപ്പോൾ ഞാൻ കരുതി തകർക്കുമെന്ന് കരുതി. ഒരു പുതിയൊരു കണ്ടന്റാണത്. സംഭവം മറ്റേ രണ്ട് പഴയതാണെങ്കിലും ഇതുപോലൊന്നും നമ്മൾ സ്കിറ്റിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഒരുപാട് ചെയ്യാൻ ഉണ്ടാവും. പിന്നെ ഇവരുടെ തമാശകൾ, ഇയാൾ പുറത്തിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യം അതൊക്കെ കാണിച്ച്, പക്ഷെ അതിന് എന്താ ആ ബുദ്ധിമുട്ടൊന്നും നമുക്കൊരു തമാശയായിട്ട് തോന്നിയില്ല. അതാണ് ആകെപ്പാടെ തോന്നിയ തമാശ. മറ്റേ ആ ഇതാണ് മറ്റേ ശയനപ്രദക്ഷിണം നടത്തുമ്പോൾ അതിന് മാത്രമാണ് നമുക്കൊരു ചെറിയ ചിരി വന്നത്. അതെ അതെ അതെ. പിന്നെ പ്രദീപിന്റെ ഒക്കെ മേക്കപ്പ് അടിപൊളിയാണ്. കാരണം കറക്റ്റാണ്. വിഷ്ണുവാണ് മേക്കപ്പ് അല്ലേ, അത് അടിപൊളിയാണ്. പ്രസാദിന്റെ കോസ്റ്റ്യൂം, വിനോദിന്റെ എല്ലാം നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു പെർഫോമൻസും വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഡൗൺ ആണ്. അത് നന്നായിട്ട് വരും അടുത്ത സ്കിറ്റായിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ, ഇത് ആരുടെയാണ്? ഇത് കോൺസെപ്റ്റ് ആരുടെയാണ്? ഇങ്ങനെ ഒരു സംഭവം എടുത്തത് ആരുടെയാണ്? ഒരു ഐഡിയ ആരുടെയാണിത്? ഞാനാണെന്ന് പറഞ്ഞു. ആണല്ലേ? ഐഡിയ ഉഗ്രൻ ഐഡിയ ആണ് പ്രതിഭ. കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു കേസുമായിട്ട് വിക്രമാദിത്യം വന്നു കഴിഞ്ഞാൽ വളരെ അത് നമുക്കൊരു ഒരു ഫ്രഷ് ഒരു തോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതിൽ ഹ്യൂമർ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആദ്യം മുതൽ എന്തോ നമുക്ക് അങ്ങോട്ട് എന്താണ് ഒരു ചിരി വരുന്നൊരു നല്ല തമാശയോ ഒന്നും ഇല്ലാതായിപ്പോയി. അതെനിക്ക് നിങ്ങൾക്ക് തന്നെ അത് പിന്നീട് മനസ്സിലായിട്ട് നിങ്ങളുടെ തന്നെ പെർഫോമൻസിനെ അത് ബാധിക്കുന്നുണ്ടായിരുന്നു. കാര്യം പറയാൻ നല്ല തമാശകളോ ഒന്നും ഇല്ലയെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായെടുത്ത് മൊത്തത്തിൽ അങ്ങ് ഡൗൺ പോയിട്ട് പിന്നെ അങ്ങ് അവസാനിച്ചു മൊത്തത്തിൽ. കുഴപ്പമില്ല, ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. നമുക്ക് ചില സ്കിറ്റുകൾ ചിലപ്പം വർക്കാവില്ല. അപ്പം അങ്ങനെ കരുതിയാൽ മതി. കാര്യം നിങ്ങൾ 3 പേരും ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതിൻ്റെ അതങ്ങ് കേട് തീർത്തൊരു ഗംഭീര പരിപാടിയായിട്ട് നെക്സ്റ്റ് ടൈം വരണം. താങ്ക് യു ഷാജൻ ചേട്ടാ. മാർക്സ് ബിജുക്കോട്ട ചേട്ടാ. ഞാനൊരു 3000 രൂപ കൊടുക്കും. 3000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനൊരു 2000 രൂപ കൊണ്ട് കൊടുക്കും. ടോട്ടൽ 5000 ടോട്ടൽ എമൗണ്ട് 10000 രൂപ. ഇതൊരു എമൗണ്ട് അല്ല. അടുത്ത പ്രാവശ്യം ഒരു ഉഗ്രൻ സ്കിറ്റുമായിട്ട് വന്നിട്ട് 50, 75 ഒക്കെ വാങ്ങിക്കണം കേട്ടോ. പിന്നെ കേട്ടാ ഇത് കേട്ടാ അടുത്ത പ്രാവശ്യം. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ്, അടുത്ത ടീം റെഡി. ലെറ്റ്സ് വെൽക്കം സൂര്യശ്രീ, അനീഷ് ആൻഡ് വിഷ്ണു. ഇങ്ങോട്ട് വന്ന് കേറണ്ട, തുടങ്ങും. ഹലോ ഞാൻ IG-യാ. താൻ 5G ആണെങ്കിൽ ഞാൻ 4G. അങ്ങനെയാ പറഞ്ഞേ? പിന്നെന്താ? എടാ, ഞാൻ സോമശേഖരൻ IG ആണെന്ന്. പറയൂ സാർ. ആ പ്രതിയെ പിടികിട്ടിയായിരുന്നോ? ഇല്ല സാർ. അതിനാ വേണ്ടായിരുന്നോ? വേണം സാർ. സാറേ വേണം സാറേ. വേണമെങ്കിൽ ഞാൻ ഇനി ഒരു കാര്യം പറയാം. എന്താ പറയാ സാർ?
ഇനി 24 മണിക്കൂറിനകം പ്രതിയെ പിടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഈ തവളക്കുടി പഞ്ചായത്തിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യും. പറഞ്ഞത് മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. ഓക്കെ ഓക്കെ. 3, 4. ദൈവമേ, ഇത്ര കഷ്ടമാണെന്ന് നോക്കി. ഈ തവളക്കുഴി പഞ്ചായത്തിൽ 24 മണിക്കൂറായി ഒരു കൊലപാതകം നടന്നിട്ട് പ്രതിയെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കുണുകുണാ നീ ഫോണിനകത്തോട്ട് വിളിച്ചിട്ട് പ്രതിയെത്താന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സിനകത്ത് ഇവരെന്നെ കിടന്ന് ഉറങ്ങുവാണോ? ആണോ? അല്ലല്ലോ. ഈസി സമയത്തിലൊന്നും വരികയില്ല. ആണ്ടേ പോന്ന്. അതെ, ഞാൻ ഇവിടെ അല്ലേ നിൽക്കുന്നേ. ഇവിടെ വന്ന് സല്യൂട്ട് അടി. പൊളിഞ്ഞ് വീഴുവോ ഇതെല്ലാം കൂടെ? എന്താ ഇത്ര ലേറ്റ് ആയത്? എന്റെ പൊന്നു സാറേ, ഒന്നും പറയണ്ട. രാവിലെ ഞാൻ വണ്ടിയും കൊണ്ട് ഇറങ്ങിയപ്പോ റോഡിൽ പോലീസ് ചെക്കിങ്. പിന്നെ ഞാൻ ഒരു ഊടുവഴിയെ കൂടെ ഒക്കെ കേറിയ സാറേ ഒരു വിധത്തിൽ ഇങ്ങെത്തിയത്. എന്റെ പിസി, നിങ്ങൾ ഒരു പോലീസുകാരിയല്ലേ? പിന്നെ അയ്യോ, അത് ഞാൻ പല സമയത്തും അങ്ങ് മറന്നു പോകും സാറേ. സാറേ, പിന്നെ എനിക്ക് നാളെ ഒരു ദിവസത്തെ ലീവ് വേണമായിരുന്നു. ലീവ് ഒന്നും തരാൻ പറ്റത്തില്ല. അല്ല, എന്തിനാണ് ഇപ്പൊ ലീവ്? സാർ, നാളെ എന്റെ ചേട്ടന്റെ കൊച്ചിന്റെ ചോറൂണാ സാറേ. എവിടെ വെച്ച്? ഞങ്ങളൊക്കെ വായി വെച്ചാ കൊടുക്കുന്നത് സാറേ. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് ചോറൂണ്. നാളെ എനിക്ക് ലീവ് വേണം സാർ. ലീവ് തരാൻ പറ്റത്തില്ല സാർ. 24 മണിക്കൂറായി ഇവിടെ കൊലപാതകം നടന്നിട്ട് പ്രതിയെ ഇതുവരെ കിട്ടിയിട്ടില്ല ബിസി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പ്രതിയെ കിട്ടിയില്ലെങ്കിൽ എന്റെ തൊപ്പി അങ്ങ് കൊട്ടാരക്കര ഇരിക്കുമെന്ന്. IG തന്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് എന്താ താൻ ഫോൺ എടുക്കാത്തത്? ഇത് ഞാൻ സാറിനോട് പറയാനിരിക്കുവായിരുന്നു സാറേ. കുറച്ചു കാലമായിട്ട് ഏതോ ഒരു പൂവാലൻ എന്നെ വിളിച്ചങ്ങ് ശല്യപ്പെടുത്തുവാ സാറേ. അത് കാരണം ഞാൻ എന്റെ സിം അങ്ങ് മാറ്റി. ചുമ്മാ അതല്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടാഞ്ഞേ. എന്നിട്ട് ഞാൻ എന്തോ ചെയ്യാൻ സാറിന് അറിയണോ? ഞാൻ എന്റെ പുതിയ സിമ്മിന്ന് ഞാൻ ആ പൂവാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് നാണോ മാനോ ഉണ്ടെങ്കിൽ എന്റെ പുതിയ നമ്പർ കണ്ടുപിടിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കണം. എങ്ങനെയുണ്ട് സാറേ? ഓ, കൊള്ളാം കൊള്ളാം. അതെ, തന്റെ അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ജോലിയല്ലേ ഇത്? അതെ, അത് സാറിന് എങ്ങനെ മനസ്സിലായി? തന്റെ ഈ കോപ്രായൊക്കെ കാണുമ്പോ മനസ്സിലാവും. സാർ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഇതിനു മുമ്പ് ഞാൻ നല്ല ഒന്നാന്തരം ഒരു ജോലി അക്ഷയ കേന്ദ്രത്തിൽ ചെയ്തോണ്ടിരുന്നതാ. എന്നിട്ടാണ് ആ ജോലി വേണ്ടാന്ന് വെച്ചത്? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ സാറേ. എന്താ പറ്റം? അവിടെ ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് എന്റെ അമ്മൂമ്മ വിളിച്ചു പറഞ്ഞു, എടി മക്കളെ, ദാണ്ട നിന്റെ വിസ വന്നിരിക്കുന്നെന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടുത്തെ മുതലാളിയെ 10 തെറിയും പറഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പോ ദാണ്ട നിക്കുന്നു ചുമന്ന തൊപ്പിയും ചുമന്ന പാൻറ്റും ഇട്ടുകൊണ്ട്. അല്ല, പിസ. ആ കിളവിക്ക് ഭ്രാന്താ സാറേ. പിസ ഏതാ തിരിച്ചറിയാത്ത കിളവി കാരണം എന്റെ ജോലിയും പോയി. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ജോലിയാ സാറേ ഇത്. അയ്യോ, വേണ്ടായിരുന്നു. പിന്നെ തുടങ്ങി. ഹലോ, ഞാൻ പിന്നെ IG-യാ. പറയൂ സാർ. എടോ, പ്രതിയുടെ തുമ്പ് വല്ലതും കിട്ടിയോ? അയ്യോ, ഇല്ല സാർ, കിട്ടിയില്ല സാർ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ സാർ. എന്നാൽ ഈ കൊലപാതകം കണ്ട ഒരു സാക്ഷിയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. പക്ഷെ ഒരു കാര്യമാ, അവന് ഭയങ്കര ഊച്ചിപ്പിണക്കുള്ളവന്. എടാ, അതല്ലെന്ന് എന്തേലും പറഞ്ഞ അവന് ദേഷ്യവാ. ഒരു മയത്തി പറഞ്ഞ് അവനെ മനസ്സിലാക്കി സെറ്റാക്കണം. ഓക്കെ, എന്നാ ശരി. ഐജിയാണ് വിളിച്ചത്. കൊലപാതകം നേരിട്ട് കണ്ട ഒരു ദൃക്സാക്ഷിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ടെന്ന്. പിന്നെ വളരെ തന്ത്രപരമായിട്ട് അവനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ചിത്രം വരപ്പിച്ചെടുക്കണം. അവ കൃത്യമായിട്ട് പറഞ്ഞു തരുമെന്ന് വരയ്ക്കുന്ന കാര്യം ഞാൻ ഏറ്റു സാറേ. ഓക്കെ, അപ്പൊ വരയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമായി. സാറേ, പുറത്തൊരുത്തൻ സാറിനെ കാണണമെന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ആണോ? സാറ് പറഞ്ഞ മറ്റേ സാക്ഷിയായിരിക്കും. ഓക്കെ സാർ. നമസ്കാരം. പ്രതി പൂവങ്കോഴി. ഞാൻ കണ്ടിട്ടുള്ള സാർ കണ്ടായിരുന്നോ? എടാ, പണം ഉണ്ടാക്കിയ കാര്യമാണോ നിന്നോട് ചോദിച്ചത്? എടാ, ഈ സാർ പറഞ്ഞു വിട്ട സാക്ഷി നീയല്ലേ ചോദിച്ചത്? അതെ, ആ സാക്ഷിയാനാ. ആരാ? ഞാനിവിടുത്തെ ഞാനിവിടുത്തെ SI ആണോ? സോറി, ക്ഷമിക്കാം സാർ. എന്താണ് നിന്റെ പേര്? എന്റെ പേര് കല്ലറ ശംഭു. ഈ പേര് ഞാൻ എവിടോ കേട്ടിട്ടുണ്ട്. Is it truth? അത് ശംഭു കല്ലറ. എടാ, അപ്പൊ നിന്റെ പേരെന്തുവാടാ? കല്ലറ ശംഭു. എടാ, നിന്റെ അച്ഛന്റെ പേരെന്തുവാ? സാബു കല്ലറ. അമ്മയുടെ പേരെന്തുവാടാ? അമ്പിയ കല്ലറ. എന്റെ സാറ്, എനിക്ക് ഇവനെ നന്നായിട്ട് അറിയാം. ഇവ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ട് നാട്ടുകാരെ വെറുപ്പിക്കുന്നവൻ. എടാ, ഇൻസ്റ്റാഗ്രാമിലെ നിന്റെ പേരെന്തോന്ന് പറഞ്ഞാടാ? സൂര്യപുത്രൻ. എന്നാന്ന്? സൂര്യപുത്രൻ. എടാ മോനെ, നിന്റെ ഈ കോലത്തിന് ചേരുന്ന പേരല്ല സൂര്യപുത്രൻ എന്നുള്ളത്. നിനക്ക് ചേരുന്ന പേര് ആര്യവേപ്പ്.
ചുമ്മാ മനുഷ്യനെ കളിയാക്കല്ലേ കേട്ടോ, എന്നെ ചുമ്മാ കളിയാക്കല്ലേ. എന്റെ പൊന്ന് സാറേ, ഐജി പറഞ്ഞു വിട്ട ആളാ. കുറച്ച് മയത്തിലൊക്കെ പെരുമാറിയില്ലെങ്കിൽ നമ്മുടെ പണി പോകും. സാറ് സമാധാനം സമാധാനം മരിച്ചെടുക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഹലോ 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 ഹലോ, നിങ്ങൾക്കൊരു ആദിത്യ മര്യാദ എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. ആദിത്യ മര്യാദയോ? അല്ല, ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ എങ്ങനെ പെരുമാറണമെന്നും പറഞ്ഞൂടെ? ഗസ്റ്റോ? അറേ അവൻ ഗസ്റ്റ്, നമ്മുടെ ഗസ്റ്റ്. അതെ, നീ ഞങ്ങളുടെ ഗസ്റ്റ് ആണല്ലോ. ഗസ്റ്റിന് എന്താണാവോ വേണ്ടത്? എനിക്കൊരു ചായ വേണം. സിമ്പിൾ സിമ്പിൾ. പിസി പോ, ഒരു ചായ എടുത്തു. അയ്യോ, പി സി അവിടെ നിൽക്കട്ടെ, സാറ് ചായ ഇട്ടോണ്ട് വന്നാൽ മതി. എടാ, ഞാനൊരു SI ആണ്. ഞാൻ ഇതുവരെ SI ഇട്ട ചായ കുടിച്ചിട്ടില്ല. സാറേ, ഒരു ഗ്ലാസ് ചായയുടെ കാര്യമല്ലേ ഉള്ളൂ. സാറ് പോയി ഒരു ചായ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ കാര്യങ്ങൾ അവനോട് ചോദിക്കും. നമ്മുടെ ആവശ്യമായി പോയില്ലേ? അതെ അതെ. എടാ, സത്യത്തെ നീ പ്രതിയെ കണ്ടിട്ടുണ്ടോ? അയ്യോ, സത്യത്തിൽ ഞാൻ പ്രതിയെ കണ്ടിട്ടുണ്ട്. എന്റെ പൊന്നു മാഡം, ഈ പ്രതി രാത്രി കാലങ്ങളിലാണ് ഇറങ്ങി നടക്കുന്നത്. ഈ പ്രതി ഒരു കോഴിക്കൂടിന്റെ അടുത്ത് നിൽക്കുന്ന പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ പറഞ്ഞു വിട്ടേക്ക്, പ്രതി എനിക്ക് കിട്ടി. കുറുക്കൻ. സാറ് ചായ അടിക്കുന്നതന്നാ നല്ലത്, കൊണ്ടുകൊടു. ചായ കുടി. സ്നേഹത്തോടെ പറ. അയ്യോ, എന്റെ പൊന്നോ, ചായ കുടിക്ക്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇതിനകത്ത് മധുരം ഇട്ടാണോ? മധുരം ഇട്ടതാണ്. സോറി, ഞാൻ മധുരം ഇല്ലാത്ത ചായ കുടിക്കത്തുള്ളൂ. ഒരു ഗ്ലാസ് കൂടെ കൊണ്ടുപോവാ. സാറേ, ഒരു ഗ്ലാസ് വിത്തൗട്ടിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ചോദിക്കാം സാറേ, ഞാൻ ചോദിക്കാം സാറേ, ഒരു ഇണക്കത്തിലും പിണക്കത്തിലും ഒക്കെ ഇവനോട് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. പണി പോകുന്ന കേസാണ്. ഒറ്റ ഗ്ലാസ് ചായയും കൂടെ സാറേ. എടാ മോനെ, ഞാൻ നിന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുവാ. നീ ആ പ്രതിയെ കണ്ടെങ്കിൽ ഒന്ന് പറയടാ, ഞങ്ങൾ ഒന്ന് വരച്ചോട്ടടാ. എന്റെ പൊന്നു ചേച്ചി, ഞാൻ ആ പ്രതിയെ എന്റെ പൊന്നുമോനോടല്ല. PC ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്താ സാറേ? അവന്റെ പിണക്കം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ തന്റെ ഈ ഇളക്കമാണ് എനിക്ക് മനസ്സിലാവുന്നത്. മോനെ, സത്യത്തിൽ നീ ഈ പ്രതിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. എങ്കിൽ പറ, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്? എന്റെ പൊന്നു സാറേ, ഞാൻ ഒരു ദിവസം സെക്കൻഡ് ഷോ സിനിമ കണ്ടു വരുമായിരുന്നു. അപ്പൊ ഭയങ്കര ഇരുട്ട്. ഈ പുള്ളി ഒരു കറുത്ത പാന്റും ഒരു ചുമല ഗൗണും വെള്ള താടിയും വെള്ള മീശയൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്ന്. എനിക്ക് അപ്പോഴേ ഒരു പന്തികേട് തോന്നി. ഞാൻ അപ്പോഴേ പുറകെ വെച്ച് പിടിച്ച്. ഈ പുള്ളി ഒരു ഒറ്റപ്പെട്ട കഥയിന്റെ മുടിച്ചെന്ന് കൊട്ടുവാ, ടപ്പേ 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 എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ തല്ലാനായിട്ട് കുത്തിനെ പിടിച്ച് തിരിച്ച് ഇങ്ങനെ നിർത്തിയതും അവനെന്റെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം. എന്നാ ചോദിച്ചാ പറ. ഹാപ്പി ക്രിസ്മസ് എന്ന്. അങ്ങനെ പറഞ്ഞേ? പിന്നെ കരോൾ മാസമൊക്കെ അല്ലേ, കരോളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കൂല്ലേ മാഡം? എന്തോ സാറേ ഇവൻ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാന്റാക്ലോസിന്റെ കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങോട്ടൊന്ന് മാറ് സാറേ. എടാ, കേരള പോലീസ് നിനക്ക് എന്തുവാടാ, കളിപ്പാവയാണോ? നീ കുറെ നേരിട്ട് ഇവിടെ കിടന്ന് വിളയുന്നുണ്ടല്ലോ. നിന്റെ ചെവക്കുറ്റി അടിച്ചാൻ കേട്ടോ. എന്താ പേര്? പ്രവീണ പീപ്പി. പ്രവീണ പീപ്പിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞാന്നോ? ഒരു പ്രാവശ്യം 2 കുട്ടികളുണ്ട്. അല്ലാതെ എനിക്ക് ഗതികേടാ വരത്തുള്ളത്. എന്നോട് അങ്ങനെ വർത്താനം ഒന്നുമില്ല, ഞാൻ കുറച്ച് പഴയ കഥകളൊക്കെ ഓർത്തു പോയതാ. എനിക്കും ഉണ്ടായിരുന്ന ഒരു കാമുകി, അവള് വൈഫൈ പോലെ ആയിരുന്നു. ആരും കണക്ട് ചെയ്യണ്ട, തന്നെ അങ്ങ് കണക്ട് ആയിക്കോളൂ. സത്യത്തിൽ നീ ആ പ്രതിയെ കണ്ടിട്ടുണ്ടോ? എന്റെ പൊന്നു സാറാ, പ്രതിയുടെ പടം ഞാൻ നല്ല കിടുക്കാച്ചിയായിട്ട് വരച്ചു തരാം. പക്ഷെ എനിക്കൊരു കാര്യം സാധിച്ചു തരണം. ഇനി എന്തുവാടോ നിനക്ക് ആഗ്രഹം? എനിക്കൊരു ഫ്ലോക്ക് ഡാൻസ് കാണണം. വിത്ത് 2 പീസ്. അയ്യോ, മാഡം പേടിക്കണ്ട, എനിക്ക് സ്ത്രീകളോട് ഭയങ്കര ബഹുമാനം, അതുകൊണ്ട് മാഡം സേഫാ. സാറ് കളിച്ച് കാണിച്ചാൽ മതി. ഞാൻ ഇതുവരെ സ്ഥല SI ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടില്ല. ജോലിയാണോ വലുത് അതോ മാനമാണോ വലുത്? എനിക്ക് ജോലിയാണ് വലുത്. ആണല്ലോ, കണ്ണു അടച്ചൊരു ഡാൻസ് കൊണ്ട് കളിച്ച് കാണിക്കും സാറേ. കളിച്ച് കാണിച്ചു തരാടാ. തവളക്കുഴി പഞ്ചായത്തിലെ SI, നാട്ടുകാരുടെ പേടി സ്വപ്നം, SI ബിജു. തോക്കി നിൽക്കാതെ ഒരു പാട്ടിടാ. ആടാടും പിന്നെ ആടാടും മാനത്തെ ചെമ്പരുന്താടാടും. എന്തിനെ കണ്ടിട്ട് ഏതിനെ കണ്ടിട്ട് മാനത്തെ ചെമ്പരുന്താടാടും. മടിയന്റെ മലവെട്ടിന് പൊന്നിന്റെ തൂമ്പ കണ്ടാടാടും പരുന്താടാടും. പെണ്ണും പെടക്കോഴിയും തങ്ങളിൽ കുമ്മി കണ്ടാടാടും പരുന്താടാടും. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇതാണ്ട പ്രതിയുടെ പടം. അയ്യോ സാറേ, പ്രതിയുടെ പടം കിട്ടി സാറേ. ഇതെന്തുവാടാ നീ വരച്ചു വെച്ചിരിക്കുന്നത്? പ്രതിയുടെ പടം. ഇതിന്റെ മുഖം എവിടാടാ? അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് നോക്കണം. കൊലയാളിയെ നീ കണ്ടെന്ന് നീ എന്നടാ പറഞ്ഞത്? ഞാൻ എന്നാ സാറിനോ പറഞ്ഞേ? ഞാൻ ഈ കൊലപാതകം കണ്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ ഈ കൊലപാതകയെ കാണുമ്പോ ഈ കൊലപാതകം കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതല്ലേ ഞാൻ പറിച്ചു തന്നത്. അയ്യോ, എന്റെ പണി പോയി, എന്റെ പണി പോയി, എന്റെ പണി പോയി.
എന്റെ പണി പോയി. സാറേ ഇവനെ ഞാനങ്ങ് പറഞ്ഞു വിട്ടേക്കട്ടെ ഇപ്പം. പറഞ്ഞു വിടാൻ വരട്ടെ? എന്തിനാ? ഇവനെ പിടിച്ച ലോക്കപ്പിലോട്ട് ഇട്. എന്തിനാ സാറേ? ഇന്ന് ഈ നിമിഷം മുതൽ നേരം വെളുക്കുന്നിടം വരെ ഇവിടെ ഇടിച്ച് ചാറ് വീഴണം എനിക്ക്. എന്തുവാടാ അത്? ഞാൻ പിണക്കാ. ദേ പിന്നെ. തവളക്കുഴി പഞ്ചായത്തിന്റെ SI ബിജുവിനും ടീമിനും ഒരു നല്ല കൈഡി. ചേട്ടാ, എന്തായിരുന്നു ഈ സ്കിറ്റിന്റെ ഒരു കോണ്ടന്റ് എന്തായിരുന്നു? ഇതിന്റെ ഒരു ഉള്ളടക്കം എന്തായിരുന്നു നിങ്ങൾ പ്ലാൻ ചെയ്തപ്പം? ഇതാരാ എഴുതിയത് സ്ക്രിപ്റ്റ്? വിഷ്ണു ആണ്. ഓക്കെ, എന്തായിരുന്നു ഇതിന്റെ ഒരു വൺ ലൈൻ ഒന്ന് പറയാമോ? എന്തായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചെന്നുള്ളത്? കൊലപാതകയെ കണ്ട രേഖാചിത്രം വരയ്ക്കുക. അപ്പൊ അത് ഇച്ചിരി പിണക്കി കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും സാറേ. ഈ പ്രതി പിന്നെ സത്യങ്ങളൊന്നും പറയില്ല. അപ്പോ ഇയാളെ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഇണക്കത്തിലും മയക്കത്തിലും ഒക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ആ രേഖാചിത്രം വരപ്പിക്കുക. വരച്ചു കഴിയുമ്പോൾ അത് തിരിഞ്ഞു പോയി മുഖം കാണാൻ പറ്റുന്നില്ല. നന്നായിരുന്നു, ആ ക്ലൈമാക്സ് നന്നായിരുന്നു. പക്ഷെ അതിലോട്ട് എത്താൻ നിങ്ങൾ ഇത്രയും സമയമെടുത്ത് അതിലൊരു സ്ഥലത്ത് പോലും ചിരി വന്നില്ലെന്നുള്ള. ആകെ നമുക്ക് ചിരി വന്ന്, ഞാൻ ഓപ്പണായിട്ട് പറയണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് രസത്തിലൊക്കെ ഒന്ന് കമൻസ് ഒക്കെ പറഞ്ഞിട്ട് വേണം വിടാം. പക്ഷേ നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. അപ്പം നമുക്കങ്ങനെ പറഞ്ഞു വിടാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് കാര്യം നിങ്ങൾ ഇനിയും വന്നിട്ട് ഇത് ആവർത്തിക്കരുത്. അതിന് വേണ്ടിയിട്ട് പറയുന്നത്. ഞാൻ ആകെ പഠിച്ചിരിച്ച് വിടാന്നറിയോ? ആ ഹരിയുടെ ഫോൺ കോളിൽ മാത്രമാണ് 3-4 എന്ന് പറഞ്ഞിട്ട് വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ ആക്ച്വലി അറിഞ്ഞുകൂടാ. പക്ഷേ ആ ഹരിയുടെ ആ ഒരു പ്രസൻറ്റേഷനും ഹരിയുടെ ആ ഒരു വിളിയും കാര്യങ്ങളൊക്കെ കാരണം നമ്മളൊന്ന് ചിരിച്ചു എന്നുള്ളതല്ലാതെ ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു ചിരി വരുന്നില്ല. അപ്പം പക്ഷേ ഈ വൺ ലൈൻ പറഞ്ഞപ്പോൾ ഇത് കൊള്ളാം, ഈ ഒരു സാധനം കൊള്ളാം. പക്ഷേ നിങ്ങൾ ആദ്യം പോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം ഒന്നും നമുക്ക് അങ്ങോട്ട് വർക്കായില്ല എന്നുള്ള, ഒന്ന് ചിരിയും വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻസ്, കാര്യങ്ങൾ, സംഭവങ്ങൾ. വിഷ്ണു, ഇതൊന്നും മാറ്റി പിടിച്ചോണം. ഗംഭീര സ്കിറ്റുകളായിട്ട് പറഞ്ഞ കാര്യം, നിങ്ങൾ ഉഗ്രൻ സ്കിറ്റുകൾ കളിച്ച് പ്രൂവ് ചെയ്തവരാണ്, ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. ഇത് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ സ്കിറ്റ് കൊണ്ട് നമ്മൾ ചെയ്തു എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് തോന്നുക. അതുകൊണ്ടാണ് ഇത്ര ഓപ്പണായിട്ട് പറയുന്നത് കേട്ടോ. ഐ എം റിയലി സോറി. ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ നെക്സ്റ്റ് ടൈം വരുമ്പം നല്ല സ്കിറ്റായിട്ട് വന്നിട്ട് ഗംഭീര മാർക്ക് മേടിച്ച് അടിപൊളിയായിട്ട് പോകാവുള്ളൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക? അല്ല, ആദ്യം വേണ്ടത് നല്ലൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സ്കിറ്റ് എന്നും ഉണ്ടായോ അന്ന് മുതലുള്ളൊരു കോണ്ടന്റാണ്. ശരിയാണ്, അന്ന് മുതലുള്ളതാണ് ഈ സാധനം പോലീസ് സ്റ്റേഷൻ. അപ്പം അത് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണം. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര നമുക്കൊരു കോമഡി വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ മൊത്തത്തിലൊരു ഒരു സുഖക്കുറവുള്ളൊരു സബ്ജക്റ്റ് തന്നെയായിപ്പോയി. ആർട്ടിസ്റ്റിനെ നമ്മൾ ഒരിക്കലും പറയുകയല്ല, നിങ്ങൾ കളിച്ചെടുക്കേണ്ടവരാണ്, എടുക്കുന്നവരുമാണ്. സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല കോമഡി തന്നെ വേണം. ഷോ തുടങ്ങിയ കാലം തൊട്ട് ഇവിടം വരെ നിങ്ങളുള്ളവരാണ്. അപ്പം എന്താണ് ഇവിടെ വേണ്ടത് എന്നുള്ളൊരു ഉത്ബോധമുള്ളവരാണ്. അപ്പം നിങ്ങളോട് ഒരുപാട് പറഞ്ഞിട്ട് കഥയില്ല. ഇങ്ങനെ പോലീസ് സ്റ്റേഷനൊക്കെ എടുക്കുമ്പം എന്തെങ്കിലും പുതുമ അതിൻ്റെ അകത്തുണ്ടായിരിക്കണം. അതിന് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. പറഞ്ഞൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. കാരണം നിങ്ങളൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വൈബ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഇങ്ങനെ പറയേണ്ടി വരും നമുക്ക്. കാരണം ആദ്യം തൊട്ട് അവസാനം വരെ എത്തിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്തുള്ളൂ. അതിനകത്തുള്ള തമാശകളല്ലേ വേണ്ടത് നമുക്ക്. SI ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് നന്നായിട്ട് വല്ല ഹ്യൂമറായിട്ടുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ഫ്ലാറ്റായിട്ട് അങ്ങോട്ട് കഴിച്ചു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ഹ്യൂമറൊക്കെ കയറ്റി നന്നായിട്ട് റിഹേഴ്സലൊക്കെ ചെയ്ത് നല്ല കണ്ടന്റായിട്ട് വരിക കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്കിറ്റിന്റെ മാർക്സിലേക്ക് പോവാം. ഷാജോൻ ചേട്ടാ? ഞാനൊരു 2000 രൂപ അവർക്ക് കൊടുക്കുന്നു. 2000 രൂപ. ഞാനും 2000 രൂപ കൊടുക്കുന്നു. അപ്പം ടോട്ടൽ 4000 രൂപ. ബാക്കി ഞാൻ കൊടുത്തു. നമ്മുടെ ഷോയിൽ ഇത് ഒരു തവണ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളൂ, ഈ സൈറൻ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു വിഷുവിന് അറിയായിരിക്കും. 5000 രൂപയ്ക്ക് താഴെ ആയതുകൊണ്ടാണ് അങ്ങനെ സൈറൻ കേട്ടത്. അടുത്ത പ്രാവശ്യം നല്ലൊരു സ്കിറ്റുമായിട്ട് വന്ന് നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് നമ്മൾ എല്ലാവരും. തീർച്ചയായിട്ടും അതിന് പറ്റും, തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് അതിന് കാലിബറുള്ള ആർട്ടിസ്റ്റുകളാണ് 3 പേരും, ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. ഓക്കെ ഓക്കെ സൂര്യ, അടുത്ത പ്രാവശ്യം കേട്ടോ. വിഷ്ണു മോനെ, ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഇനി ഒരു ഐറ്റവും ഇല്ല നമ്മുടെ ഈ ബാക്കി. ഇന്നത്തെ ദിവസത്തെ എല്ലാ ഐറ്റങ്ങളും കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഓവറോൾ? തീർച്ചയായിട്ടും നന്നായിരുന്നു. ഈ പറയുന്ന പോലെ നമ്മളത് എടുത്തു പറയേണ്ട കാര്യമില്ല അല്ലേ. നമുക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന ഉഗ്ര സ്കിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതെ 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 അതെ, നമ്മുടെ ടീമുകളെല്ലാം അല്ലേ. ചില ആൾക്കാർക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കുഴപ്പമില്ല. കാര്യം അതാണല്ലോ ഒരു മത്സരം എന്ന് പറയുമ്പോൾ. ഇറങ്ങി ഒന്ന് ഡൗൺ ആണല്ലോ. 2 കേൾക്കുമ്പോൾ അടുത്ത പ്രാവശ്യം സെറ്റ് ആയിട്ട് വരും. പിന്നെ അങ്ങനെ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ നന്നായിരുന്നു. അപ്പം നമുക്കെന്നാ തുടങ്ങാം. നാളെ ഉഷാറായിട്ട് വരാം ചേച്ചിമാരെ.
നമുക്ക് ഇന്നിപ്പോ തൽക്കാലം ഉറങ്ങാം കേട്ടോ. അടുത്ത ദിവസം ഇതേ ശക്തിയോടുകൂടി വരണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.